വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആം ഡോക്ടർ ജുനീദ് നാച്ചുറോപ്പതി എന്ന യോഗ ഫിസിഷ്യൻ. നമ്മുടെ മനസ്സിന് രോഗശാന്തി നൽകാൻ പറ്റുമോ എന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കണമെന്നും അതുപോലെ അതിന് ഉത്തരം കണ്ടെത്തണമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം രോഗശാന്തിയെ പറ്റിയിട്ടും ആരോഗ്യാവസ്ഥയെ പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വരെ ചിലപ്പോൾ മാറിയേക്കാം. ആദ്യം തന്നെ ഒരു റിസർച്ച് സ്റ്റഡിയിൽ നിന്ന് തുടങ്ങാം. സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അതിനെ മിൽക്ക് ഷേക്ക് സ്റ്റഡി എന്ന് വിളിക്കുകയാണ്. കാരണം ഈ പഠനത്തിൽ 2 സന്ദർഭങ്ങളിൽ 46 ആളുകൾക്ക് മിൽക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ആദ്യത്തെ സന്ദർഭത്തിൽ ഇവരോട് പറയാണ് ഈ മിൽക്ക് ഷേക്കിൽ ഹൈ കലോറി അടങ്ങിയിട്ടുണ്ട്, ഏകദേശം 620 കലോറി ഇതിലുണ്ട് എന്ന്. രണ്ടാമത്തെ സന്ദർഭത്തിൽ അവരോട് പറയുന്നത് ഇതിൽ കലോറി വളരെ കുറവാണ്, ഇതിൽ വെറും 140 കലോറി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ 2 സന്ദർഭത്തിലും കൊടുത്ത മിൽക്ക് ഷേക്കിൽ ഒരേ കലോറി ആയിരുന്നു, ആവറേജ് 380 കലോറി ആയിരുന്നു. അതേസമയം റിസർച്ചേഴ്സ് 2 സന്ദർഭങ്ങളിലും ഇവരുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാണ്, എന്നിട്ട് അതിലുള്ള ഗ്രലിൻ എന്ന ഹോർമോണിൻ്റെ വ്യതിയാനം ചെക്ക് ചെയ്യാണ്. ഈ ഗ്രലിൻ എന്ന ഹോർമോൺ നമ്മുടെ വിശപ്പിൻ്റെ ഹോർമോണാണ്. അതായത് നമ്മുടെ രക്തത്തിൽ എനർജിക്ക് വേണ്ട ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഗ്രലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും, അത് മുഖേന നമുക്ക് വിശപ്പ് കൂടുതലായി അനുഭവപ്പെടും. അതേസമയം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയം ഉണ്ടാവാറുണ്ട്, ആഹാരമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥയിലൊക്കെ. ഈ സമയത്ത് നമ്മുടെ രക്തത്തിലെ ഗ്രലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനം കുറയും, അത് മുഖേന നമുക്ക് വിശപ്പ് കുറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് ഞാൻ വിശദീകരിച്ച് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ്, 620 കലോറിയാണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഗ്രലിൻ എന്ന ഹോർമോണിലുള്ള വ്യതിയാനം 120 കലോറിയാണെന്ന് പറഞ്ഞ സന്ദർഭത്തേക്കാൾ വളരെ വലുതായിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ ന്യൂട്രിയൻ വാല്യൂയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് മൈൻഡ് സെറ്റോട് കൂടിയാണ് ആഹാരം കഴിക്കുന്നത് എന്നുള്ളത്. അതുമാത്രമല്ല, ഈ പഠനം ഒന്നും കൂടി നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ചിന്താ രീതികൾക്ക് നമ്മുടെ ശരീരത്തിൽ ഹോർമോണിലും മറ്റും ബയോ കെമിക്കലുകളിലൊക്കെ വ്യതിയാനം കൊണ്ടുവരാൻ പറ്റുമെന്ന് കൂടി. ഇനി പറയുന്ന കാര്യം കേട്ടാൽ ചിലപ്പോൾ ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നും. ഡോക്ടർ ജോൺ ഡിസ്പെൻസ എന്നൊരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം മൈൻഡ് ബോഡി വെൽനസ് എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. 1986 ഇദ്ദേഹത്തെ ഒരു ട്രക്ക് വന്നിടിക്കുന്നു. ഇത് കാരണത്താൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അദ്ദേഹം പാരലൈസിസ് എന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരുപാട് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ അദ്ദേഹം നിരസിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മെൻ്റൽ റീകൺസ്ട്രക്ഷൻ എന്ന മെത്തേഡ് വഴി പൂർണ്ണമായി റിക്കവറായി. എന്താണ് ഈ മെൻ്റൽ റീകൺസ്ട്രക്ഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും അദ്ദേഹം 2 മുതൽ 3 മണിക്കൂർ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം മാത്രം ചിന്തിക്കുകയാണ്. എന്താണത്? അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ ആയിട്ടുള്ള ബോണുകളും ഡാമേജ് ആയിട്ടുള്ള സ്പൈനൽ കോഡുകളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു, റിക്കവർ ആവുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതേസമയം നെഗറ്റീവായി വരുന്ന പേടിപ്പെടുത്തുന്ന ചിന്തകളൊക്കെ അദ്ദേഹം കോൺഷ്യസ് ആയിട്ട് അകറ്റി നിർത്തുന്നു. ഈ ഒരു പ്രോസസ്സ് അദ്ദേഹം തുടർച്ചയായി 3 മാസത്തോളം ചെയ്യുകയാണ്. 3 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അദ്ദേഹം പൂർണ്ണമായി റിക്കവർ ആവുകയും നടക്കാൻ തുടങ്ങുകയും സ്വന്തം ജോലിയിലേക്ക് വരെ തിരിച്ചു കയറാണ്. പക്ഷേ ഇതിനർത്ഥം നിങ്ങൾ സ്റ്റാൻഡേർഡ് മെഡിക്കൽ കെയറും സർജറിയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങൾക്ക് പൂർണ്ണമായി റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അതുമാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ വിശ്വസിക്കുന്നുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ സത്യമായിരിക്കാം, ചില കാര്യങ്ങൾ എക്സാജറേറ്റഡ് ആയിരിക്കാം, ചില കാര്യങ്ങൾ സത്യമായിരിക്കണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന് 1986 നടന്നിട്ടുള്ള ഈ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡും ഇതുവരെ ഇൻ്റർനെറ്റിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പബ്ലിഷ് ചെയ്തതായിട്ട് എനിക്ക് അറിവുമില്ല. പക്ഷേ ആ ഒരു റിക്കവറിക്ക് ശേഷം അദ്ദേഹം 1000ഓളം ആൾക്കാരെ മീറ്റ് ചെയ്യാണ്. ഈ 1000ഓളം ആൾക്കാർ ഇദ്ദേഹത്തെ പോലെ തന്നെ റിക്കവറായ വ്യക്തികളാണ്. അവരെ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അദ്ദേഹം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അവരുടെ അനുഭവങ്ങളാണ്, സയൻറ്റിഫിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള എവിഡൻസുകളല്ലായിരുന്നു. പക്ഷേ 2025 ഇദ്ദേഹം ഉൾപ്പെടുന്ന ഒരു റിസർച്ച് സ്റ്റഡി പബ്ലിഷ് ആയിട്ടുണ്ട്. 7 ദിവസത്തോളം വരുന്ന ഒരു ധ്യാനം, അദ്ദേഹം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ധ്യാനത്തിൽ 20ഓളം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരിൽ കണ്ടെത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ അതിൽ പബ്ലിഷ് ചെയ്യാൻ. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ന്യൂറോൺസിലും അതുപോലെ അവരുടെ കോശങ്ങളിലെ മെറ്റബോളിസത്തിലൊക്കെ കാര്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വ്യതിയാനങ്ങൾ ഈ ധ്യാനത്തിലൂടെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് മാത്രമല്ല,
ഇതുപോലെ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മൈൻഡ് ബോഡി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ബയോകെമിക്കൽ ലെവലിൽ വരെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലുള്ള തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ 3 കാര്യങ്ങൾ തരം തിരിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തേത് സ്പോണ്ടേനിയസ് റെമിറ്റൻസ്, അതായത് രോഗങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്ന അവസ്ഥ, പെട്ടെന്ന് മുഴകൾ കാണാതാവുന്ന അവസ്ഥ. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ വളരെ റെയറായി മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും ചില തരത്തിലുള്ള ക്യാൻസറുകൾ മാറിപ്പോവാറുണ്ട്. പക്ഷേ അതൊക്കെ 1,00,000 ക്യാൻസർ പേഷ്യൻസിൽ ഒരാളിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ധ്യാനങ്ങൾ ചെയ്തവരും ധ്യാനങ്ങൾ ചെയ്യാത്തവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മൈൻഡ് ബോഡി ഇൻ്റർവെൻഷനോ ധ്യാനങ്ങളോ ചെയ്താൽ മാത്രമേ ഇത് മാറൂ എന്നൊന്നും നമുക്ക് ഒരിക്കലും ഇതുകൊണ്ട് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള മൈൻഡ് ബോഡി ഇൻ്റർവെൻഷൻസിനോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ബയോകെമിക്കൽ ചേഞ്ചസുകൾ കൊണ്ടുവരുന്നുണ്ട്. അതും ആരോഗ്യത്തിന് നല്ലതായ രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം നല്ല ചികിത്സകളോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ ഉപേക്ഷിച്ചാൽ പോലും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി എല്ലാ രോഗങ്ങളും മാറ്റാവുന്നതിൻ്റെ തെളിവേ അല്ലാതെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നല്ല ചികിത്സകൾക്കൊപ്പം ഇത്തരത്തിലുള്ള മൈൻഡ് ബോഡി ഇൻ്റർവെൻഷൻസോ അതുപോലുള്ള ധ്യാനങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തിൽ പെട്ടെന്ന് മെച്ചം കൊണ്ടുവരാനും അതുപോലെ നല്ല മികവുറ്റ മെച്ചങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്നൊരു ഭാഗത്തിൻ്റെ റോളാണ്. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റാണ്. അതായത് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഇത് പല കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും. ഇന്നൊരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കാർ ഓവർടേക്ക് ചെയ്യാണ് നിങ്ങളുടെ വാഹനം ഉപയോഗിച്ച്. അപ്പോൾ മുന്നിൽ നിന്ന് വരുന്ന വാഹനം എത്ര ദൂരമാണെന്നൊക്കെ അനലൈസ് ചെയ്ത് ഇപ്പോൾ ഓവർടേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. ഇത് ഈ രോഗശാന്തിയായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു തരത്തിലുള്ള മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചികിത്സ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അത് എടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗം പ്രഡിക്റ്റ് ചെയ്യുന്നത് രോഗശാന്തി നൽകുന്ന ഒരു ആന്തരിക അവസ്ഥയെ പറ്റിയിട്ടാണ്. ഈ ഒരു പ്രഡിക്ഷൻ നമ്മുടെ തലച്ചോറിൻ്റെ ഡീപ്പർ സ്ട്രക്ചർ ആയിട്ടുള്ള ഹൈപ്പോതലാമസ്, ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗങ്ങളിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ള ഗുണം നൽകുന്ന തരത്തിലുള്ള സിഗ്നലാണ് നൽകുന്നത്. ഈ സിഗ്നലുകൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം? കാരണം ഈ 2 ഭാഗങ്ങളും ഹൈപ്പോതലാമസും ബ്രെയിൻ സ്റ്റെമും നമ്മുടെ ആന്തരിക അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും നടക്കും. ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ റിക്കവർ ആവാനൊക്കെ രോഗങ്ങളിൽ നിന്ന് ശാന്തി ലഭിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇതിനെ മെഡിസിനിൽ നമ്മൾ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് വിളിക്കും. പക്ഷെ ഇത് ഓപ്പോസിറ്റായി നടക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു രോഗിയായിട്ട് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് നിങ്ങളുടെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെ പറ്റിയിട്ടും അതുപോലെ ഇതിൻ്റെ ഭാവിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനെ പറ്റിയിട്ടൊക്കെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ കൊടുക്കുന്ന പ്രഡിക്ഷൻ എന്താണ്? ഒരു നെഗറ്റീവായിട്ടുള്ള രോഗാവസ്ഥയുള്ള ഒരു ആന്തരിക അവസ്ഥയെ പറ്റിയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള സിഗ്നലാണ് ഈ ഹൈപ്പോതലാമസിലേക്കും ബ്രെയിൻ സ്റ്റേമിലേക്കും സെൻഡ് ചെയ്യുന്നത്. ഇത് മുഖേന നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ വളരെ വേഴ്സായിരിക്കും. നിങ്ങളുടെ രോഗാവസ്ഥ കൂടുന്ന അവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായി ചിന്തിക്കുക, മൈൻഡ് സെറ്റ് മാറ്റുക. ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ രോഗത്തെയും ആരോഗ്യാവസ്ഥയെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിന് രോഗശാന്തി നൽകാൻ പറ്റുമോ എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുമാത്രമല്ല, ഇതുപോലുള്ള മൈൻഡ് ബോഡി ഇൻ്റർവെൻഷൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതാണെന്നും അശാസ്ത്രീയ വശങ്ങൾ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.